എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 14-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 14. ക്ഷിതൗ ഷഡ്പഞ്ചാശൽ ദ്വിസമധിക പഞ്ചാശൽ ഉദകേ ഹുദാശേ ദ്വാദഷഷ്ടി ചതുരധിക പഞ്ചാശൽ അനിലേ ദിവി ദ്വിഷഷ്ട്രിംശൽ മനസി ച ചതുഷ്ഷഷ്ടി ഇതി യേ മയൂഖാ തേഷാമപി ഉപരി തവ പാദാംബുജയുഗം. എന്താ പറയാം? ക്ഷിതൗ ഷഡ് പഞ്ചാശൽ ദ്വിസമധിക പഞ്ചാശൽ ഉദകേ ഹുദാശേ ദ്വാഷഷ്ടി ചതുരധിക പഞ്ചാശൽ അനിലേ ദിവി ദ്വിഷഷ്ട്രിംശൽ മനസി ച ചതുഷ്ഷഷ്ടി ഇതി യേ മയൂഖാ തേഷാമപി ഉപരി തവ പാദാംബുജ യുഗം. അല്ലയോ മഹാദേവി, ഇവിടെ ഓരോ തത്വങ്ങളിലുള്ള പ്രകാശ രശ്മികളുടെ എണ്ണമാണ് പറയുന്നത്. മൂലാധാരത്തിൽ നിന്ന് എന്തോ പറഞ്ഞ് സ്വാധിഷ്ഠാനത്തിലേക്ക് പോയ സമയത്ത് ആ യാത്രയിൽ നേരത്തെ പറഞ്ഞിരുന്നു, ആ ശിവശക്തി മേളനത്തോടു കൂടിയുള്ള ആ ഒരു ആനന്ദലഹരിയുടെ കാര്യം പറഞ്ഞിരുന്നു. അപ്പം ശിവശക്തി എന്താ പറയുന്നത്, മൂലാധാരത്തിൽ നിന്നും സഹസ്രാര കമലത്തിൻ്റെ മധ്യത്തിൽ വരെയുള്ള യാത്ര, മൂലാധാരത്തിൽ നിന്നും ശിരസിലുള്ള സഹസ്രാര കമലത്തിലേക്കുള്ള യാത്രയിൽ ഓരോ തത്വത്തിലും എന്താണുള്ള പ്രകാശരശ്മികളുടെ എണ്ണമാണ് ഇവിടെ പറയുന്നത്. ഷഡാധാര രൂപമായ ശ്രീചക്രം ചന്ദ്രസൂര്യാഗ്നി രൂപമായി ഉള്ള മൂലാധാരത്തിൽ നിന്നും സ്വാധിഷ്ഠാനത്തിലേക്ക് ഉള്ള ആ ഒരു യാത്രയിൽ എന്തൊക്കെ തത്വങ്ങളാണ്, അല്ലെങ്കിൽ ഓരോ തത്വങ്ങൾക്കുമുള്ള പ്രകാശരശ്മികളുടെ എണ്ണമാണ് ഇവിടെ പറയുന്നത്. ക്ഷിതൗ പൃഥ്വി തത്വത്തോടു കൂടിയ ഭൂമി തത്വത്തോടു കൂടിയ മൂലാധാരത്തിൽ ഷഡ് പഞ്ചാശൽ എന്ന് പറഞ്ഞാൽ 56, ദ്വിസമധിക പഞ്ചാശൽ എന്ന് പറഞ്ഞാൽ 52, ഉദകേ ജലതത്വത്തോടു കൂടിയ മണിപൂരത്തിലാണ് 52 ഉള്ളത്. അപ്പോൾ വന്യതത്വത്തോടു കൂടിയ സ്വാധിഷ്ഠാനത്തിൽ ദ്വാഷഷ്ടി 62, വായു തത്വത്തോടു കൂടിയ അനാഹതത്തിൽ ചതുരധിക പഞ്ചാശൽ 54, വായു തത്വത്തോടു കൂടിയ അനാഹതത്തിലാണ് 54. അതുപോലെ ദിവി ആകാശ തത്വത്തോടു കൂടിയ വിശുദ്ധിയിൽ ദ്വിഷഷ്ടി ത്രിംശൽ എന്ന് പറഞ്ഞാൽ 72, മനസ്സിജ മനസ്തത്വത്തോടു കൂടിയ ആജ്ഞയിൽ ചതുഷ്ഷഷ്ടി 64. ഇങ്ങനെ മയൂഖ കിരണങ്ങൾ, ആ കിരണങ്ങൾക്ക് മുകളിൽ, അതായത് സഹസ്രദള കമലത്തിലുള്ള ചന്ദ്രമണ്ഡല രൂപമായ സുധാസിന്ധുവിൽ ആ ബിന്ദുസ്ഥാനത്തിൽ നിൻ തിരുവടിയുടെ പാദാംബുജം 2 പാദപത്മങ്ങളും വർത്തിക്കുന്നു. അതായത് ഈ പറഞ്ഞ പ്രകാശങ്ങളൊക്കെ, ഈ പ്രകാശ തത്വങ്ങളുടെയൊക്കെ എണ്ണമാണ് പറഞ്ഞത്. 56, 52, 62, 54, 72, 64 ഇങ്ങനെയുള്ള ഈ കിരണങ്ങളെല്ലാം അവസാനം ചെന്ന് നിൽക്കുന്ന എവിടാണ്? ദേവിയുടെ പാദപത്മങ്ങളിലാണ്. എന്ന് വെച്ചാൽ ഈ പ്രകാശ കിരണങ്ങളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ദേവിയുടെ പാദപത്മങ്ങളിൽ നിന്നാണ് വരുന്നത്. പാദാംബുജ യുഗം, 2 പാദപത്മങ്ങളിലുമാണ് ഈ പ്രകാശമെല്ലാം ചെന്ന് ചേരുന്നത്. എന്ന് വെച്ചാൽ ഈ പ്രകാശം ഈ ദേവിയുടെ 2 പാദപത്മങ്ങളിലുമാണ് ഉള്ളത്. അപ്പോൾ അലയോ മഹാദേവി, പൃഥ്വിതത്വത്തോടു കൂടിയ മൂലാധാര ചക്രത്തിൽ 56, ജലതത്വാത്മകമായ മണിപൂര ചക്രത്തിൽ 52, വന്യതത്വത്തോടു കൂടിയ സ്വാധിഷ്ഠാന ചക്രത്തിൽ 62, വായുതത്വാത്മകമായ അനാഹത ചക്രത്തിൽ 54, ആകാശതത്വത്തോടു കൂടിയ വിശുദ്ധി ചക്രത്തിൽ 72, മനസ്തത്വത്തോടു കൂടിയ ആജ്ഞാചക്രത്തിൽ 64. ഇങ്ങനെ ചില കിരണങ്ങൾ ഭവിക്കുന്നുവോ ആ കിരണങ്ങൾക്കെല്ലാം ഉപരിഭാഗത്തിൽ, അതായത് സഹസ്രദള കമലത്തിലുള്ള ചന്ദ്രമണ്ഡല രൂപമായ സുധാസിന്ധുവിൽ ബിന്ദുസ്ഥാനത്തിൽ നിന്തിരുവടിയുടെ 2 പാദപത്മങ്ങളും വർദ്ധിക്കുന്നു. അപ്പോൾ ദേവിയുടെ ഇരിപ്പിടമായ ശ്രീചക്രത്തിലാണ്. അവിടുന്ന് മൂലാധാര ചക്രത്തിൻ്റെ വർണ്ണനയാണ്. അപ്പം ഈ മൂലാധാരത്തിൽ നിന്നും യാത്ര ചെയ്ത് ശിവശക്തി മേളനം നടന്നപ്പോഴുള്ള ആ ഒരു
ആനന്ദലഹരിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ പോകുന്ന വഴിക്കുള്ള എന്തെല്ലാം തത്വങ്ങളാണോ ഉള്ളത് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്. ക്ഷിതൗ ഷഡ്പഞ്ചാശൽ സമ്മതിക പഞ്ചാശൽ ഉദകേ ഹുദാശേ ദ്വാഷഷ്ടി ചതുരധിക പഞ്ചാശൽ അനിലേ ദിവി ദ്വിഷഷ്ടി ത്രിംശൽ മനസ്സിച്ച ചതുഷഷ്ടി ഇതിയേ മയൂഖ തേഷാമഭി ഉപരി തവ പാദാംബുജ യുഗം. എല്ലാവർക്കും മഹാദേവിയുടെ ത്രിപുരസുന്ദരിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എന്താ പറയുന്നത്, മഹാദേവിയുടെ അനുഗ്രഹം ഓരോരുത്തർക്കും അമ്മയുടെ പ്രസാദം ഉണ്ടാകട്ടെ. ദേവീ പ്രസാദം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എല്ലാത്തിലും സൗന്ദര്യം ദർശിക്കാൻ കഴിയുന്നത്. പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും സൗന്ദര്യമായി കാണുന്നത് എന്തുകൊണ്ടാണ്? സുന്ദരമായി കാണുന്നത് നമുക്ക് സൗന്ദര്യം ആസ്വദിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ്. ആ കഴിവ് നമുക്ക് തരുന്നത് ദേവീ പ്രസാദമാണ്. ദേവിയാണ് നമ്മളിലും നമുക്ക് ചുറ്റുമുള്ളതിലും സൗന്ദര്യം കണ്ടെത്താൻ സഹായിക്കുന്നത്. അപ്പോൾ ദേവീ പ്രസാദം വേണം. ദേവിയെ സ്തുതിക്കുക, ദേവിയെ ആരാധിക്കുക. ദേവീ പ്രസാദം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.